രാജ്യത്തെ നടുക്കിയ കാശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണസംഖ്യ 29. 26 പേരുടെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായി. ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരൻ ലഷ്കർ-ഇ-ത്വയ്ബയുടെ കൊടും ഭീകരൻ സൈഫുള്ള കസൂരി എന്ന വിവരം. പാകിസ്ഥാനിലിരുന്നാണ് ആക്രമണം നിയന്ത്രിച്ചതെന്നും രഹസ്യാന്വേഷണ വിവരം. കൊല്ലപ്പെട്ട മലയാളി കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം എയർ ഇന്ത്യ വിമാനത്തിൽ ദില്ലിയിലെത്തിക്കും. ആക്രമണത്തിൽ പരിക്കേറ്റ 17 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തി. രാവിലെ 7 മണിയോടെയാണ് പ്രധാനമന്ത്രി ദില്ലിയിലെത്തിയത്. പഹൽഗാം സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം. കോട്ടയം തിരുവാതുക്കലിലെ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് വ്യവസായി വിജയകുമാറിനെയും ഭാര്യ മീരയെയും കൊലപ്പെടുത്തിയത് മുൻവൈരാഗ്യത്താൽ. പ്രതി അമിത്തിന്റെ സഹോദരന്റെ പങ്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറടക്കം ശനിയാഴ്ച. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് ഖബറടക്കം.